ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിൽ നടൻ ജയറാമിന് ആശ്വാസം. കേസിൽ ജയറാം പ്രതിയാകില്ലെന്നും പകരം സാക്ഷിയാക്കാനുമാണ് ഇഡിയുടെ നീക്കം. കൊച്ചി ഓഫീസിൽ നടന്ന ദീർഘനേരത്തെ ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തുവരുന്ന സൂചനകൾ ജയറാമിനും കുടുംബത്തിനും വലിയ ആശ്വാസമാണ് നൽകുന്നത്. കേസിനെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവന്നതു മുതൽ വലിയ ആശങ്കയിലായിരുന്ന ജയറാമിന്റെ ഭാര്യയും നടിയുമായ പാർവതിയുടെയും കുടുംബത്തിന്റെയും പ്രാർത്ഥനകൾ ഫലിച്ചുവെന്നാണ് ആരാധകർ പറയുന്നത്. നേരത്തെ സംസ്ഥാന പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം ജയറാമിനെ ചോദ്യം ചെയ്തപ്പോഴും സമാനമായ തീരുമാനമാണ് എടുത്തിരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം കേവലം സൗഹൃദത്തിനപ്പുറം സാമ്പത്തിക ഇടപാടുകളിലേക്ക് നീങ്ങിയിട്ടില്ലെന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടിരുന്നു. 3.5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം ഇഡി ഓഫീസിൽ നിന്നും പുറത്തിറങ്ങിയ ജയറാം തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു. സൗഹൃദപരമായ പെരുമാറ്റമായിരുന്നു ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അവർക്ക് ചില സംശയങ്ങൾ തീർക്കാനുണ്ടായിരുന്നു. അറിയാവുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. രേഖകളൊന്നും ഹാജരാക്കാൻ അവർ ആവശ്യപ്പെട്ടിട്ടില്ല, ജയറാം മാധ്യമങ്ങളോട് പറഞ്ഞു. 38 വർഷത്തെ കലാജീവിതത്തിനിടയിൽ നിരവധി ക്ഷേത്ര ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും ആ നിലയ്ക്കുള്ള പരിചയം മാത്രമാണ് പ്രതികളുമായുള്ളതെന്നും അദ്ദേഹം ആവർത്തിച്ചു. സ്വർണ്ണക്കൊള്ള കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സാമ്പത്തിക ബന്ധങ്ങളെക്കുറിച്ചായിരുന്നു ഇഡി പ്രധാനമായും ചോദിച്ചറിഞ്ഞത്. എന്നാൽ പണമിടപാടുകൾ നടന്നതിന് തെളിവുകളൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ജയറാമിനെ സാക്ഷിയാക്കാൻ തീരുമാനിച്ചത്. ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ജയറാമിനെ പോലൊരു താരം ഉൾപ്പെട്ടത് മലയാളികളെ ഞെട്ടിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന ആശ്വാസ വാർത്തകൾ ജയറാം ആരാധകർക്ക് വലിയ ആഘോഷത്തിനുള്ള വകയാണ് നൽകുന്നത്. തനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഇഡി ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ടെന്നും ചോദ്യം ചെയ്യലിനായി വീണ്ടും വിളിപ്പിച്ചിട്ടില്ലെന്നും ഇഡി ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ജയറാം പറഞ്ഞു. കഠിനമായ ചോദ്യം ചെയ്യലൊന്നുമില്ലായിരുന്നു. സൗഹാർദ്ദപരമായാണ് പെരുമാറിയത്. രേഖകളൊന്നും ഹാജരാക്കാൻ പറഞ്ഞില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരു സാമ്പത്തിക ഇടപാടുമില്ലെന്നും ജയറാം വ്യക്തമാക്കി. മൊഴിയെടുക്കലൊന്നും ആയിരുന്നില്ലെന്നും അവർക്ക് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ജയറാം പറഞ്ഞു. വെറുതെ 2 ചോദ്യം ചോദിച്ചു. ശേഷം ഊണും കഴിഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞുവെന്നും ജയറാം വിശദീകരിച്ചു.